ഞാൻ അപ്പോഴേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ലേ 8ാം ക്ലാസ് അത്ര എളുപ്പത്തിലൊന്നും പാസ്സാവില്ല എന്നുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ എന്തെഴുതിയാലും എങ്ങനെയെങ്കിലും പാസ്സാവുന്നുള്ള ചിന്തയിലാണോ നിങ്ങൾ? എന്നാൽ ഇത്തവണ അതേയല്ല സ്ഥിതി. കാരണം ഇത്തവണ ഓൾ പാസ് എന്ന് പറയുന്ന സാധനം ഇല്ല. എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ സിലബസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സംഭവം കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും അല്ലേ? 8ാം ക്ലാസ് പൊട്ടുക എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടികൾക്കും താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ ഒരു കാര്യം കൂടിയും ഓൾ പാസിംഗ് സിസ്റ്റം ഇത്തവണ ഇല്ലാന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും 8ാം ക്ലാസ്സിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ഈ ഫെയിലാവല് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? ടെക്സ്റ്റ് ബുക്ക് മാറിയില്ലടാ. ടെക്സ്റ്റ് ബുക്ക് മാറുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സിലബസ് നമുക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ ബേസിക് സയൻസ് എടുക്കുകയാണെങ്കിൽ ബേസിക് സയൻസ് എക്സാമിന് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. 3 സബ്ജക്റ്റുകളും പഠിച്ചിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന ബേസിക് സയൻസ് എന്ന് പറയുന്ന ഒരു പരീക്ഷ എഴുതാൻ. ഈ 3 സബ്ജക്റ്റുകളിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. സിലബസിൽ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ ഞാൻ കെമിസ്ട്രി ടീച്ചർ ആയതുകൊണ്ട് തന്നെ കെമിസ്ട്രിയുടെ കാര്യം നമുക്ക് നോക്കാം. കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരുപാട് പഠിക്കാനുണ്ട്. കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ പഠിച്ച ആദ്യത്തെ ചാപ്റ്ററും 3ാമത്തെ ചാപ്റ്ററും കമ്പൈൻ ചെയ്തിട്ടാണ് ഈ വർഷത്തെ നിങ്ങളുടെ 8ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ. വലിയ ടാസ്ക് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 2 ചാപ്റ്റർ പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഈ വർഷം ഒരു ചാപ്റ്റർ പഠിക്കുകയാണ്. അതും ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണ്. അത് മാത്രമല്ല, ഇനിയിപ്പോ സെക്കൻഡ് ചാപ്റ്റർ എടുക്കാം. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് എലിമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആണ്. കെമിസ്ട്രിയിൽ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ പഴയ 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കത്ത് മെന്റലി പീരിയോഡിക് ടേബിൾ വരെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ബൾക്കായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി 3ാമത്തെ ചാപ്റ്റർ എടുക്കുകയാണെങ്കിലോ കഴിഞ്ഞ വർഷം വരെ മെറ്റൽസ് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇത്തവണ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി അധികം പഠിക്കാനുണ്ട്. ഈ പറഞ്ഞ കേട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? 8ാം ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ 3 ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 3 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇത് നിങ്ങളെ പെടുത്താൻ വേണ്ടിയിട്ടോ നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്തതല്ല. കാരണം ഇത്രയേ ഉള്ളൂ, 8ാം ക്ലാസ് നിങ്ങൾ കെമിസ്ട്രി ഇപ്പോൾ ഓരോരോ സബ്ജക്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിലും ബേസിക് നോളേജ് മക്കൾക്ക് ഉണ്ടാവണം. കുറച്ചും കൂടി എഡ്യൂക്കേഷൻ ലെവലിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങളെ കരുതി കൂട്ടി ഫെയിൽ ആയിപ്പിക്കാനോ ഒന്നുമല്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതായത് നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും 8ാം ക്ലാസ് ഫെയിൽ ആവും. അത്രയും ഓരോരോ സബ്ജക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ വ്യത്യാസങ്ങളുണ്ട്, പഠിക്കാനുണ്ട്. ഫെയിൽ ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ? ഇനി നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് മിഡ് ടേം എക്സാംസ് ഉണ്ട്, ഓണ പരീക്ഷയുണ്ട്. അതിനുവേണ്ടി നമ്മൾ അടിസ്ഥാനം മുതൽക്ക് ബേസിക് മുതൽക്ക് നമ്മൾ പഠിക്കണം. അത് എല്ലാ സബ്ജക്റ്റും അങ്ങനെ ആയിരിക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, എത്ര ദിവസം കൊണ്ട് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റേസിന്റെ എൻറ്റയർ ടീച്ചേഴ്സ് റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട കോണ്ടന്റ് വീഡിയോസും ലൈവ് ക്ലാസ്സുകളും എല്ലാം നമ്മുടെ ഈ ചാനലിൽ അവൈലബിൾ ആണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. കാരണം 8ാം ക്ലാസ് ആണ്, നിസാരമാണ്, എങ്ങനെയെങ്കിലും പാസ്സായി പോകുന്നു വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും അറിയട്ടെ, നിസാരമല്ല. 8ാം ക്ലാസ് വലിയ ടാസ്ക് തന്നെയാണ്. 8ാം ക്ലാസ് പഠിച്ചാൽ മാത്രമേ പാസ് ആവത്തുള്ളൂ, ഇല്ലെങ്കിൽ പാസ് ആവത്തില്ല മക്കളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റേസിന്റെ ചാനൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇതെല്ലാം യൂട്യൂബ് ചാനലിൽ ഫ്രീ ആണ് കേട്ടോ. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. സോ ഇനിയുള്ള എക്സാം നമുക്ക് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് മുന്നേറാം കേട്ടോ. സോ ഇത്തവണത്തെ പരീക്ഷ വിട്ടുകൊടുക്കരുത്. ഓൾ ദി ബെസ്റ്റ്.